നമ്മള് നമ്മളെ ഫാമിലി ഒക്കെ വരുന്നുണ്ട്. ഡൽഹി, ആഗ്ര, മധുര. നമ്മുടെ ഫാമിലിയെ കാണാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അമ്മയെ കാണാനില്ലേ? ഏട്ടന്റെ ഫാമിലിയിൽ അമ്മ മാത്രം, എന്റെ ഫാമിലിയിലല്ലായിരുന്നു. അപ്പൊ നമുക്ക് കാണാം. അങ്ങനെ ഇതാ ഞങ്ങൾ ട്രെയിനിൽ കയറിട്ടോ. ഇതാണ് ഞങ്ങളെ ഫാമിലി. ഇതാ എല്ലാവരെയും കണ്ടുമുട്ടി. എല്ലാവരും ഉറക്കപ്പിച്ചിലായിരുന്നു. ഞങ്ങളെ കണ്ടത് എണീച്ച് എല്ലാവരും പല്ലൊക്കെ തേച്ച് ഫ്രഷ് ഇങ്ങോട്ടോക്ക്. ഡൽഹി, ആഗ്ര, മധുര പോയി വരാൻ പറ. അങ്ങനെ ഇതാ ഞങ്ങൾ കുറച്ച് ദോശയും കറിയൊക്കെ കൊണ്ടുവരുന്നു. അതൊക്കെ കഴിച്ച് എല്ലാവരും ഇതാ ഇറങ്ങാൻ റെഡി ആയിരിക്കുകയാണ്. വണ്ടി വരട്ടെ, വണ്ടി വരട്ടെ. എത്തി എത്തി എത്തി. അപ്പൊ നമ്മൾ ആഗ്രയിൽ ഇറങ്ങാൻ പോകാട്. യെസ്, ഇറങ്ങാനായി. ബാഗൊക്കെ റെഡി ആക്കിയോ? പക്ഷേ പറ്റില്ല. ഒടുവിലിതാ ഞങ്ങൾ ആഗ്രയിൽ എത്തിച്ചേർന്നു കേട്ടോ. വീട്ടുകാർക്കൊക്കെ നല്ല സന്തോഷമായി. 3 ദിവസമായല്ലോ ട്രെയിനിൽ തന്നെ. കുളിയും ജപമൊന്നും ഇല്ലാത്തതിൻ്റെ ഇറിറ്റേഷൻ വേറെ ഉണ്ട് കേട്ടോ. ഇവിടുന്ന് ഞങ്ങൾ ടൂർ പാക്കേജായിരുന്നു എടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെ വണ്ടിയും കാര്യങ്ങളൊക്കെ അവർ സെറ്റാക്കിയിരുന്നു. നമുക്കൊരു ടെൻഷനും വേണ്ട. അല്ലെങ്കിൽ നമുക്കെന്താ എവിടെ റൂം എടുക്കണം, എവിടെ നല്ല ഫുഡ് കിട്ടും, അങ്ങനത്തെ പല ടെൻഷനുമായിരുന്നു. ഇത് ടൂർ പാക്കേജ് ആയതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും അവർ ചെയ്തുകൊള്ളും. ഏറ്റവും നല്ലതായ ഫാമിലി കൊണ്ടൊക്കെ വരുമ്പോൾ ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നിയത് ടൂർ പാക്കേജ് തന്നെയാണ് കേട്ടോ. അതും നല്ലൊരു ടൂർ പാക്കേജും ആയിരുന്നു. നേരെ ഞങ്ങൾ പോകുന്നത് റൂമിലേക്കാണ്. എല്ലാവരും ഫ്രഷാക്കി ലഞ്ചൊക്കെ കഴിച്ച് നേരെ മധുരയിലേക്ക് വിടാനാണ് പ്ലാന്. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഞങ്ങൾ നേരെ ഹോട്ടൽ റൂമിലേക്ക് എത്തിയിട്ടോ. അടിപൊളി ഒരു ഹോട്ടലായിരുന്നു. നല്ല റൂമ് കാര്യങ്ങളായിരിക്കുന്നു. ഞങ്ങൾ 11 പേരുണ്ടായിരുന്നു. 11 പേർക്ക് 3 റൂം വീതമായിരുന്നു എടുത്തത്. ഞങ്ങൾ ഫാമിലി മെമ്പേഴ്സ് ആയതുകൊണ്ട് തന്നെ ഷെയറൊക്കെ ചെയ്ത് ഇതാക്കാമെന്ന് വിചാരിച്ചു. അതാണ് ഏറ്റവും അഫോർഡബിളായി തോന്നുന്നത് കേട്ടോ. നേരെ വ്യൂ എന്നൊക്കെ പറയുന്നത് മെട്രോ ആണ് കേട്ടോ. അടിപൊളി റൂം, നല്ല വൃത്തിയുള്ള ബാത്റൂം, അതാണല്ലോ മെയിൻ. അങ്ങനെ ഓരോരുത്തരായി അങ്ങനെ കുളിക്കാനൊക്കെ പോയി ഫ്രഷായി നേരെ പോയത് ഭക്ഷണം കഴിക്കാൻ. അപ്പോഴേക്കതാ ഒരു ഉച്ച സമയമായിരുന്നു. എവിടെ പോയാലും മലയാളി ഉണ്ടാവും എന്ന് പറയുന്ന പോലെ പോയാലും മലയാളി ഹോട്ടൽ ഉണ്ടാകുമല്ലോ. അങ്ങനെ കഫേ കേരള പറഞ്ഞ ഒരു ഹോട്ടലിലേക്കാണ് കയറിയത്. നല്ല അടിപൊളി സദ്യയായിരുന്നു. സാമ്പാർ, കിച്ചടി അല്ല, അത് മമ്പയർ, പച്ചടി, ചാറ്, കാളൻ. നാട്ടിലെല്ലാം ഉണ്ടല്ലോ. നമ്മൾ നാട്ടിൽ തന്നെയത്. കൊണ്ടത്തരാം അതെന്നോട്.
എത്തി. എങ്ങനെയുണ്ട് ചോറ്? ഏ? അടി- ഒന്നൊന്നര മണിക്കൂറിന് ശേഷം ആഗ്രയിൽ നിന്ന് മധുരയിലേക്ക് എത്തിട്ടോ. മധുരയിലെ പ്രശസ്ത അമ്പലങ്ങളൊക്കെ ദർശിക്കാൻ വേണ്ടി വന്നതാണ്. ഒരു വൈകുന്നേര സമയമായിരുന്നു. ആദ്യം തന്നെ പോയത് ഞങ്ങൾ കൃഷ്ണൻ്റെ ജന്മഭൂമിയിലേക്കായിരുന്നു. അവിടെ ഉള്ളിലേക്ക് ക്യാമറയൊന്നും അലൗഡ് അല്ലായിരുന്നു. അങ്ങനെ പുറത്തൊക്കെ നമ്മൾ സാധനമൊക്കെ വെച്ച് എല്ലാവരും കയറി. നല്ല സ്ഥലമായിരുന്നു, കാണേണ്ട സ്ഥലം തന്നെയാണ് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വേറെ പല അമ്പലങ്ങളുണ്ടായിരുന്നു, അവിടെയൊക്കെ പോയി വൃന്ദാവനം അങ്ങനെ എല്ലാം കണ്ട്. ഭഗവത്ഗീത അല്ലേ ഇത്? ഭഗവത്ഗീതനെ രഥമുണ്ട്, ഭഗവത്ഗീതനെ വലിച്ചുകൊണ്ട് പോകാന്നുള്ളതാണ്. അവിടെ ഒരു ഭഗവത്ഗീത ഉണ്ടാക്കി വെച്ചിട്ടില്ലേ, അതും മറ്റേ എന്താ പറയുക കല്ലുകൊണ്ടാണ്. ഇവിടെ കുറെ പച്ചകൾ വെറുതെ വേണ്ട അച്ഛാ. പിന്നെ അങ്ങനെ ആ
അമ്പല ദർശനമൊക്കെ കഴിഞ്ഞ് നേരെ പിന്നെ നമുക്ക് പർച്ചേസിങ് ആണല്ലോ. അങ്ങനെ കുറേ പർച്ചേസൊക്കെ ചെയ്തു കേട്ടോ. ഇവിടെ അധികവും കൃഷ്ണൻ്റെ വിഗ്രഹങ്ങൾ, ഫോട്ടോസ് അതൊക്കെ കേട്ടോ മെയിനായിട്ടുള്ളൂ. ഭക്ഷണമൊന്നും പിന്നെ കഴിക്കാൻ തോന്നില്ല, അത്ര വൃത്തിയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ പുറത്തുനിന്നൊന്നും അങ്ങനെയൊന്നും ഭക്ഷണം കഴിക്കാറില്ല. ഇതുപോലത്തെ കുറച്ച് പർച്ചേസിങ്ങൊക്കെ ചെയ്ത് ചായയൊക്കെ കുടിക്കും, അങ്ങനെ തന്നെ. പ്രേം മന്ദിർ, വൃന്ദാവനം, അങ്ങനെ എല്ലാ അമ്പലങ്ങളും കണ്ടിട്ടോ. അടിപൊളി സ്ഥലമാണ്. അത് ഓരോ കൊത്തുപണിയൊക്കെ കാണാൻ അടിപൊളിയാണ് കേട്ടോ. നല്ല ലൈറ്റിങ്ങും കാര്യങ്ങളും അടിപൊളിയാണ്. പ്രേം മന്ദിർ ശരിക്കും രാത്രിയാണ് കാണാൻ നല്ലതെന്ന് തോന്നുന്നു. എല്ലാവരും ക്ഷണിച്ച് അത്രയ്ക്കും തിരക്കാം. അങ്ങനെ തിരിച്ച് ഞങ്ങൾ ആഗ്രയിലേക്ക് പോയി ഭക്ഷണമൊക്കെ കഴിച്ച് ആ ദിവസം കഴിഞ്ഞു. അപ്പോൾ അടുത്ത ദിവസം വീഡിയോ കാണാം.